ഹലോ, എന്തൊക്കെ പറയുന്ന വിശേഷങ്ങൾ? സുഖമായിരിക്കണം. ഞങ്ങളിതാ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മഴ വരാനുള്ള നല്ല സെറ്റപ്പും ഉണ്ട്. അവിടെ എങ്ങനെയാ അന്തരീക്ഷം? ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നാ ദിയ മോളെ സ്കൂൾ വിട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ അതാ വീട്ടിൽ വന്ന് കയറിയിട്ടുള്ളൂ. അവൾ വന്നതും വിശക്കുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 2-3-4 മാന്തൾ ദൃശ്യം ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോഴേക്ക് ഉണ്ണിവാവ എനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ദൃശ്യം ഞാൻ മാന്തൾ വറുക്കാം. അങ്ങനെ ഞാൻ മാന്തൾ വറുത്ത് ദിയക്ക് ചോറ് കൊടുത്തു. കുറച്ച് ചോറൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ദൃശ്യ ചായയൊക്കെ വെച്ച് ഉണ്ണിമാവ് ഉറങ്ങുകയാണ്. മധുര മിച്ചറാണ് കേട്ടോ. മധുര മിച്ചറും പാൽ ചായയാണ്. ദൃശ്യ മാഡം, എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഇന്ന് ദിയമോള് മൊത്തത്തിൽ ഹാപ്പിയാണ്. കാരണം ഇന്ന് ഡിറ്റേഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചിട്ട് പോയി. സ്റ്റാറൊക്കെ മേടിച്ചിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷമായി. പിന്നെ എല്ലാവരും യൂണിഫോം ഇട്ടു. അപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിച്ചു, നീ യൂണിഫോം ഇട്ടോ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ ഒരു സന്തോഷം ദിയുടെ ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും ദിവസം നമ്മൾ ഇവിടുന്ന് സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇന്ന് കാലത്ത് ആ യൂണിഫോം ഇട്ടപ്പോൾ മൂപ്പരുടെ ആ ഒരു ഇതുവരെ കാണാത്തൊരു എക്സ്പ്രഷൻ ഫേസിൽ ഇത്രയും സന്തോഷമായി. എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് എല്ലാ കുട്ടികളും സ്കൂളിൽ വരുമ്പോഴൊക്കെ യൂണിഫോം ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ദിയ യൂണിഫോം ഇടാത്തതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു തോന്നുന്നു, ചളിപ്പ്. ആ ചളിപ്പൊക്കെ ഒന്ന് വിട്ടുപോയി. അപ്പോൾ അതാ ഭക്ഷണമൊക്കെ കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു യൂണിഫോമിൻ്റെ കാര്യം? ഒന്ന് പറയും, എങ്ങനെയായിരുന്നു സ്കൂളിൽ പോയപ്പോൾ? ആരെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എന്താ ടീച്ചറൊക്കെ ചോദിച്ചു, ഇന്ന് എല്ലാരും യൂണിഫോം ഇട്ട് വന്നിട്ടില്ല, നല്ല ഭംഗിയായി നിൽക്കുമ്പോൾ. പക്ഷെ ഒരു കുട്ടി മാത്രം ഇട്ടിട്ട് വന്നിട്ടില്ല, ബാക്കി എല്ലാവരും ഇട്ടിട്ട് വന്നു. ചോദിക്കായിരുന്നില്ലേ ആ കുട്ടിയുടെ അടുത്ത്, എന്താ യൂണിഫോം തയ്ച്ച് കിട്ടിയില്ലേ? കിട്ടിയിട്ടില്ല. അല്ലേ? ചിലപ്പോൾ നാളെ മറ്റേ കിട്ടും. അങ്ങനെ അന്വേഷിക്കണം കേട്ടോ. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നമ്മളെ ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്തൊക്കെ ചോദിക്കണം കേട്ടോ. വിഷമൊക്കെ ആയിട്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്തൊക്കെ ചോദിക്കണം എന്താ വിഷമം എന്നൊക്കെ. അപ്പോൾ വലിയ വിഷമങ്ങളാണെങ്കിലും ചെറിയ വിഷമങ്ങളാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. അതെ, പല്ല് പറഞ്ഞു. ഈ പല്ലല്ലേ, അതാണ് അച്ഛന് സോറി ടാക്കി വന്നതും കാണിച്ചു തന്നു. പല്ല് പറഞ്ഞത് കൈ പിടിച്ചിട്ട് പല്ല് വന്നതൊക്കെ കാണിച്ചു തന്നു. പക്ഷെ ഞാൻ കുറച്ച് വേറെ പരിപാടികളായിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് വന്ന് കാണിച്ചപ്പോൾ മൈൻഡിൽ നിന്നില്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഈ പല്ല് നമുക്ക് പെരപ്പുറത്തേക്ക് ഇടാം അല്ലേ? അങ്ങനെയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. അതല്ലേ, കുഞ്ഞൊരു പല്ലാണ് കേട്ടോ. അപ്പൊ അതിവിടെ ഉണ്ട്. പിന്നെ ഭയങ്കര പേടിയായിരുന്നു അതെടുക്കാൻ. അപ്പം ഇനി നമ്മുടെ മാറ്ററിലേക്ക് വരാം കേട്ടോ. അതായത് ഇന്നലെ നമ്മുടെ ഒരുപാട് പേര് കുറേ നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം, ഞാനും ദൃശ്യം തമ്മിലുള്ള വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പാർട്ട് 1 നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. പാർട്ട് 2 ആയിട്ട് ഇനി ഇടാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കം ഒരുപാട് നേരം പറയാനുള്ള കാര്യമുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൽ 10 മിനിറ്റിലൊന്നും ആ ഒരു കാര്യം അവതരിപ്പിച്ച് അവസാനിക്കാൻ പറ്റില്ല. അവസാനിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറേ നേരം നമ്മൾ പറഞ്ഞു പോകുന്നത് സമയം നോക്കാണ്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ്. അതായത് സമയമല്ല നമ്മൾ നോക്കണം, നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു വരുമ്പോൾ ഇത്രയും ടൈം ആയിട്ട് ഞാൻ ഇന്നലെയാണ് ആലോചിച്ചത്. എന്താ വെച്ചാൽ ആ വീഡിയോ നമ്മൾ ഇത്രയും ദിവസങ്ങളിട്ട വീഡിയോക്കാൾ കൂടുതൽ ടൈം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ക്ഷമിച്ച് അത് ആദ്യം മുതൽ അവസാനം വരെയും കണ്ടവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ ബാലൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ ഉണ്ട് എന്നുള്ളത് ആ ഒരു മെസ്സേജുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിതിങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാര്യം കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ അത് അത്രയും ടൈമായി പോയതാണ്. ഇനി നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എപ്പോഴാണ് ഇതിനൊരു എൻഡിങ് വരിക എന്നുള്ളത് യാതൊരു അഭിപ്രായമില്ല. നമ്മളതിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരുപാട് പേർക്ക് ഒഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ പരമാവധി പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ആ ഒരു വ്യൂസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ദൃശ്യ ഇന്നലെ സൈലൻ്റ് ആയിരുന്നു. കാരണം
കൃത്യമായിട്ടുള്ള കാര്യം എനിക്ക് ഇത്രയും വർഷം മുന്നേ നടന്നതാണെങ്കിലും കൂടിയിട്ട് ഇന്ന് നടന്ന പോലെ എൻ്റെ മൈൻഡിൽ അത്രയും അത് റെക്കോർഡായിട്ടൊക്കെ കിടക്കും. അതുകൊണ്ട് തന്നെ അത്രയും മിനിറ്റ് ഞാൻ സംസാരിച്ച് പോയപ്പോൾ ഇങ്ങനെ കിടക്കടേന്ന് സംസാരിച്ച് പോയപ്പോൾ നമുക്ക് അറിയണില്ല ഇത്രയും സമയം അത് കടന്നു പോയി എന്നുള്ളത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇന്നലെ അത് കേട്ട് ക്ഷമിച്ച് ഇരുന്നത്. പിന്നെ അതിലെത്രമാത്രം അതിൻ്റെ സത്യമുണ്ടെന്നുള്ളതും അതിൻ്റെ എത്രമാത്രം അതിൻ്റെ കൃത്യതയാണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിലൂടെ നിങ്ങൾ ഇനി ഇപ്പോൾ ഈ ഇടുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വേറൊരു അഭിപ്രായം കൂടി ചേർക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു വീഡിയോ ഞങ്ങൾ ഇടാൻ പോകുമ്പോൾ ഈ ഒരു വീഡിയോയുടെ ബാലൻസ് ആയിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 2 ആയിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 2 നമ്മൾ ഇടുമ്പോൾ മുന്നിട്ട വീഡിയോ, അതായത് ഈ ഒരു വീഡിയോ നിങ്ങളത് അംഗീകരിച്ച് കഴിഞ്ഞു എന്നുള്ള ഒരു അഭിപ്രായം കൃത്യമായിട്ട് ഈ വീഡിയോയ്ക്ക് നമ്മളിപ്പോൾ ഈ പറയുന്ന വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊന്നും കൂടി മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്താണ് നിങ്ങളെത്ര വലിച്ചു നീട്ടണം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ക്ലിയർ ആവണില്ല, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളൊക്കെ നമ്മളിപ്പോൾ ഈ ഇട്ടൊരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിക്കുകയാണ്. എന്നിട്ടാണ് ഞങ്ങൾ പാർട്ട് 1ൻ്റെ കുറവുകൾ, അതായത് എന്താണ് അതിൻ്റെ ചേരുവകൾ ചേർക്കാൻ പറ്റാത്തത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി തരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നമ്മൾ അടുത്തൊരു വീഡിയോ ഇനിയൊരു കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇതിൻ്റെ ബാലൻസ്, രണ്ടാം പാർട്ട് നമ്മൾ എപ്പോഴാണ് ഇടേണ്ടത് എന്നുള്ളതൊരു കൺഫ്യൂഷനില്ല. കാരണം നമ്മൾ ഇന്നലെ ഞായറാഴ്ച ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒഴിവാണ്, അതായത് ഒരുവിധം എല്ലാവർക്കും ഒഴിവ് തന്നെയാണ്. അപ്പോൾ ആ ഒഴിവ് കൊണ്ട് തന്നെയാണ് ആ വീഡിയോ കാണാൻ പറ്റിയെന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ലൈവ് ചെയ്ത പോലെയാണ് ഇരുന്ന് പറഞ്ഞത്, അത്രയും റെക്കോർഡിങ്ങിലായിട്ടുള്ള. ഇനി പാർട്ട് 2 എന്നാ ഇടുന്നുണ്ട്, ഇന്ന് ഇടണോ, ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒഴിവുണ്ടാവോ, അല്ലെങ്കിൽ വൈകിട്ട് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാലത്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളിപ്പോൾ ഒരു കൺഫ്യൂഷനാണ്. ഒരു കൃത്യസമയം എന്നാണ് ഇനി ഇടേണ്ടത്, അതോ ഇനി വരുന്ന ഞായറാഴ്ച ഇട്ടാൽ മതിയോ പാർട്ട് 2 എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ ഈ വീഡിയോയ്ക്ക് താഴെ. അതാണ് നമ്മളിപ്പോൾ ഒന്ന് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ദൃശ്യയ്ക്ക് ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ദൃശ്യയ്ക്ക് പേഴ്സണലി വല്ല വിഷമം വന്നോ? അതായത് അച്ഛനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളൊരു 10 ആളോട് പറയുകയാണ്. അപ്പോൾ ദൃശ്യയ്ക്ക് അച്ഛനെ കുറിച്ച് ആലോചിച്ച് വല്ല സങ്കടനയിലും വന്നത്, ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് ആലോചിച്ച് പോയി എന്നല്ലേ. നമ്മൾ ആ വീഡിയോട്ടിന് ശേഷം അച്ഛനെ ഒരുപാട് ആലോചിച്ച് പോയി, ആ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു പോയി. അച്ഛൻ ഇപ്പോൾ മരിച്ചിട്ട് 13 കൊല്ലാവാറായി. അപ്പോൾ അച്ഛനെ ഓർത്തു, വിഷമം ഇല്ലാതിരിക്കില്ല, അത്രയും സ്നേഹിച്ച ഒരാളല്ലേ. അപ്പോൾ ആളെ കുറിച്ച് ഓർത്തപ്പോൾ വിഷമം ഉണ്ടായി. ദൃശ്യയുടെ നമ്മൾ അങ്ങനത്തെ ഒരു ചോദ്യം ശരിക്ക് പാടില്ല. അതായത് ഇപ്പോൾ ദൃശ്യ ഇപ്പം ഈ കാര്യം പറയാൻ പോകുമ്പോൾ, അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ദിയമോള് എൻ്റെ ആദ്യത്തെ മോളാണ്, രണ്ടാമത്തെ മോളാണ് ഇപ്പോൾ അവിടെ അകത്ത് കിടന്നുറങ്ങണത്. അപ്പോൾ ആരെങ്കിലും ദിയയുടെ അടുത്ത് കുശുമ്പുള്ളവർ ചിലപ്പോൾ ചോദിക്കും, രണ്ടാമത്തെ ഉണ്ണി വന്നപ്പോൾ ദിയയുടെ അടുത്ത് അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം കുറഞ്ഞു എന്ന്. ഇപ്പം ഇന്നലെ അല്ല അച്ഛൻ അത് പറഞ്ഞത്, ഇന്നലെ അല്ല മിനിഞ്ഞാന്നല്ലേ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുട്ടിയുടെ അടുത്ത്? മിനിഞ്ഞാന്നല്ലേ ദൃശ്യം? മിനിഞ്ഞാന്ന് വൈകിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്താ ഉണ്ണി വന്നപ്പോ സ്നേഹമില്ലാണ്ടായി അച്ഛനും അമ്മയ്ക്കെന്ന് പറഞ്ഞ. അച്ഛൻ പറഞ്ഞെന്താണെന്ന്, മര്യാദക്ക് സംസാരിച്ചോളാന്ന് പറയാ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയയുടെ അടുത്ത് ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ മകള് ഞങ്ങൾക്ക് ജനിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം കുറച്ച് കുശുമ്പലോടെ ചോദിക്കും. ചിലപ്പോൾ ദിയയുടെ കൂട്ടുകാരികളടക്കം ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും. എന്തെന്ന്, ദിയ നിനക്ക് നിൻ്റെ വീട്ടിലിപ്പോൾ സ്നേഹം കുറഞ്ഞോ, അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ രണ്ടാമത്തെ ഉണ്ണിയുടെ അടുത്താണോ സ്നേഹം എന്നുള്ള ചോദ്യത്തിലപ്പുറം വേറെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇനി സ്നേഹമൊന്നും ഉണ്ടാവില്ല, രണ്ടാമത്തെ മോളിനോടാണ് അവർക്ക് സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് ചിലപ്പോൾ ആരെങ്കിലും തറപ്പിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അച്ഛൻ്റെ കുട്ടി പറയേണ്ടത്, അതായത് ദിയ പറയേണ്ട ഒരു വാക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരിക്കലും പറയരുത്, അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 2 മക്കളും തുല്യമാണ് എന്നുള്ളതാണ് പറയേണ്ടത്. പിന്നെയും അവർ ചോദിക്കുകയാണെങ്കിൽ ദിയയോട് സ്നേഹം ഇല്ല, ദിയയുടെ അനിയത്തിയുടെ അടുത്താണ് ഇപ്പോൾ അവർക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് സംസാരിച്ചോളൂ, അല്ലെങ്കിൽ സൂക്ഷിച്ച് സംസാരിച്ചോളൂ, ഇത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് ഞാൻ ഇവളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ അതാരായാലും എന്നോട് വന്നിട്ട് അങ്ങനെ ഒരു മറുപടി അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക്, ഒരു പരാതി പോലെ ദിയമോള് വന്ന് പറയുകയാണെങ്കിൽ ദിയയുടെ അടുത്ത് ആര് ചോദിച്ചോ ഞാൻ പോയി തിരിച്ച് ചോദിക്കും എന്നുള്ളതാണ് അവർക്കുള്ള മറുപടി. പിന്നെ ഞാനാ കൊടുക്കുക എന്നുള്ളത്. എൻ്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് എന്താണെങ്കിലും പറയും, പച്ച മലയാളത്തിൽ പറയും. എനിക്ക് നല്ല വാക്കാണ് ഒരു വാളിനേക്കാൾ മൂർച്ച എന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെയുള്ള വാക്കുകൾ സംസാരിക്കാനും എനിക്കറിയാം.
അതിൻ്റെ ചെറിയൊരു ഉദാഹരണം ആ വഴിയിലൂടെ പോയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിവിടെ ക്ലോസ് ആയി. ഇനി മറ്റൊരു കാര്യം പറഞ്ഞുതരാം. കുറച്ച് ദിവസം മുന്നേ നമ്മൾ പാലക്കാട്ട് ചേച്ചിക്ക് നമ്മളോട് എന്താണ് ഇത്ര വിഷമം എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ പേരടക്കം നമ്മളന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു. ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇന്നലെ വീണ്ടും അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, നിങ്ങളെ വിട്ട് പോവില്ല, നിങ്ങളെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വന്ന തെറ്റിദ്ധാരണ അവർ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വിജയിച്ചു അല്ലെങ്കിൽ തോറ്റു എന്നുള്ളതല്ല പറയണത്. അവരൊരിക്കലും ഞങ്ങളെ വിട്ട് പോകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. കാരണം കുറച്ച് വീഡിയോകളിലൂടെ ആണെങ്കിലും ഞങ്ങൾക്ക് അവരോട് ഭയങ്കര സ്നേഹമായി എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ ഒരു വീഡിയോ കണ്ടു വന്നിട്ട് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ വേറൊരു വഴിക്ക് പോവുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളോട് പുച്ഛാണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഉണ്ടായൊരു കാര്യം അന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ അവരുടെ പിണങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈവ് വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിങ്ങനെ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാലക്കാട്ടുകാരാണോ, മാനേ എന്നുള്ള ആ ഒരു വിളിയൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യമായിട്ടോ എന്നുള്ള അങ്ങനെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അവർക്കൊരു അവരുടെ ഭാഷയെ കളിയാക്കുന്ന രീതിയിലായിട്ടാണ് അവർക്കത് ഫീൽ ചെയ്തത്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പാലക്കാടുണ്ട്. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു പാലക്കാടുണ്ട്. എൻ്റെ നല്ല നല്ല ഓർമ്മകൾ പാലക്കാടുണ്ട്. ഞാൻ കച്ചവട സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് മാർക്കറ്റിലേക്കാണ് ഞാൻ ആഴ്ചയിൽ പോവാറുള്ളത്. ഇതൊക്കെ എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അവർക്കറിയില്ല. പാലക്കാട് എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതും അവർക്കറിയില്ല. പിന്നെ ദൃശ്യയുടെ കൂട്ടുകാരികളും, ദൃശ്യ കോയമ്പത്തൂരാണ് പഠിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ദൃശ്യയുടെ കൂട്ടുകാരികളുടെ വീട് കംപ്ലീറ്റ് പാലക്കാടാണ് കൂട്ടുകാരികൾ. അപ്പോൾ ദൃശ്യമാണ് മാനേ എന്ന് വിളിച്ച് കളിയാക്കി എന്നുള്ളതാണ് ആ ചേച്ചി പറഞ്ഞത്. പക്ഷേ ദൃശ്യമല്ല, ദൃശ്യക്ക് അങ്ങനെ മാനേ എന്നല്ല, ദൃശ്യക്ക് പാലക്കാട് ഭാഷ പറയാൻ പോലും അറിയില്ല. പക്ഷേ പാലക്കാടിൻ്റെ ഒരു ടച്ച് ദൃശ്യക്ക് ചില സമയത്ത് വരാറുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൾ കോയമ്പത്തൂർ പഠിച്ചപ്പോൾ ഇവളുടെ ഒരുപാട് സുഹൃത്തുക്കൾ അത് വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ കയറി വരും. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ദൃശ്യയുടെ കൂട്ടുകാരികൾ ഒരു ഇതൊക്കെ പാലക്കാട്ടുകാരാണ്. അതാണ് അവൾക്ക് ആ ടച്ച് വന്നേക്കുന്നത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്. അപ്പോൾ അത് മാത്രമേ ദൃശ്യിക്കാറുള്ളൂ, അല്ലാതെ മാനേ എന്ന് വിളിക്കാനൊന്നും ദൃശ്യിക്കാറിയില്ല. അപ്പോൾ ചേച്ചി തെറ്റിദ്ധരിച്ചത് ഞാൻ നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി മാനേ എന്ന് വിളിച്ചത് ദൃശ്യ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി ഞാനല്ല, ചേട്ടനാണ് വിളിച്ചേക്കണത് മാനേ എന്നുള്ളത്. ഈ മാനേ എന്ന് വിളിച്ചത് പാലക്കാട്ടുകാർ വിളിക്കുന്നത് മകനെ എന്ന് വിളിക്കണത് മാനേ എന്നാണ് വിളിക്കുക. ആ ഗാ എന്നുള്ളത് ചിലപ്പോൾ വ്യക്തമാവില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഒരുപാട് പേര് അങ്ങനെ മകനെ എന്താണ് പണി ഉണ്ടാണക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ട്. പിന്നെ ഈ പാലക്കാട് എളനാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും, അതായത് എൻ്റെ അച്ഛൻ്റെ നാട് എളനാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും പാലക്കാടാണ് അവിടെ അടുത്ത്. അതുകൊണ്ട് തന്നെ എളനാട് എൻ്റെ അച്ഛൻ്റെ അടുത്തുള്ള അവിടുത്തെ ഭാഷ, എളനാട് ഭാഷ, ഈ തൃശ്ശൂർ ഭാഷ എന്തുട്ടാന്നുള്ളത് അല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണെന്നുള്ള ആ ഒരു സ്നേഹമായിട്ടുള്ള ഒരു ഭാഷ നമുക്ക് അത്രയും ഡീപ്പായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്താ വെച്ചാൽ അവർക്കത് മനസ്സിലായി. നമ്മൾ കോംപ്രമൈസായി. വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സോറി പറഞ്ഞ് ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ആ ചേച്ചി ഒരു 5-6 മെസ്സേജ് അയച്ചാൽ വളരെ സന്തോഷം. അതും കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യം, ഇന്നലെ ദൃശ്യയുടെ അച്ഛനെ കുറിച്ച് പെട്ടെന്ന് നമ്മളിങ്ങനെ കുറച്ച് പേരോട് പറഞ്ഞപ്പോൾ ചെറിയൊരു ഫീലിംഗ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഫീലിംഗ് മനസ്സിലാ അവളുടെ അച്ഛനോടുള്ള ഇഷ്ടം അവൾക്കത് കുറേ നാളുകൾക്ക് ശേഷം സംസാരിച്ചപ്പോൾ എന്തായാലും ആ വീഡിയോയിലൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇരിക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചത്. പേഴ്സണലി ഞാൻ നേരത്തെ ഒന്നും ചോദിച്ചിട്ടില്ല. ഈ വീഡിയോയിലൂടെയാണ് ഇപ്പോൾ ഞാൻ അത് ചോദിക്കുന്നത്. ഞാനും എൻ്റെ അമ്മയെ ഓർത്ത് പോയി. അവരെ ഓർക്കാൻ കിട്ടുന്ന ഒരു നിമിഷം കൂടി ആയിരുന്നു ഇന്നലത്തെ വീഡിയോ എന്നുള്ളതാണ്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദൃശ്യക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ വീഡിയോ ഇനി അടുത്ത കണ്ടിന്യൂ ആയിട്ടുള്ള കാര്യം ഇനി എങ്ങനെയാണ് ഞങ്ങൾ അത് ഇടണ്ടേന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം പോലെ. അതെ, എന്തായാലും അഭിപ്രായം പറയണം. അതെ. പിന്നെ എല്ലാവരും മക്കളൊക്കെ സ്കൂളിൽ വിട്ട് എല്ലാവരും എത്തിയില്ലേ? പിന്നെ ജോലിയൊക്കെ ഉള്ളവർ എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാനും വർക്കിന് ഇറങ്ങാൻ പോവുകയാണ്. വർക്കിന് ഇറങ്ങാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇനിയിപ്പോൾ വീടിൻ്റെ പണിയും കാര്യങ്ങളും, അതായത് നമുക്ക് വീട് റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു മനസ്സുകൊണ്ട് ഇപ്പോഴും നമുക്ക് കൺഫേം അല്ല വീട് കിട്ടി എന്നുള്ളത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം നമ്മളൊരു അപേക്ഷ ഇതുവരെ എഴുതി കൊടുത്തിട്ടില്ല ഒരു വീട് വേണമെന്നുള്ളത്. പക്ഷെ അതെന്തോ ഒരു സ്കീം പ്രകാരമാണ് നമുക്ക് വീട് സെലക്റ്റായി വന്നിരിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഫോർവേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ പ്ലാൻ വരച്ചിട്ട് എഞ്ചിനീയർക്ക്
നമുക്ക് വരയ്ക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പ്ലാൻ വരച്ചിട്ടുണ്ട് 2-3 ദിവസമായിട്ട്. എപ്പോഴും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ നമ്മുടെ വീഡിയോ അപ്ലോഡിങ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുന്നത് എന്ത് വീഡിയോ ദൃശ്യം കുറച്ച് ദിവസമായിട്ട് വീടുകളുടെ കല്ല് അങ്ങനത്തെ കുറെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫുള്ള് ആളത് തന്നെ നോക്കണം ചേട്ടൻ. അത് അത്രയും മെമ്മറിയിൽ കയറ്റി വെച്ചിരിക്കണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീട് എനിക്ക് ഓരോ കാര്യങ്ങളിലും എനിക്കൊരു കണക്കുകൂട്ടലുകളുണ്ട്. ഇത്രയും വർഷം അറിയാം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അറിയാന്നുള്ളതല്ല, പക്ഷെ നമ്മൾക്ക് ഓരോ കണക്കുകൂട്ടലുണ്ട്. അല്ല, നമുക്ക് അതൊന്നും അറിയില്ലേ. ഞാനിപ്പോ ഏത് കല്ല പണിയാൻ ഇന്നിപ്പോ ഞാൻ എവിടെ പോയി കാലത്ത് ഇന്ന് ഉണ്ണീനെ കൊണ്ടാക്കിയിട്ട് അക്ഷയയിൽ പോയി വന്നിട്ട് ഞാൻ എവിടെ പോയി അതന്നെ വെട്ടുകല്ല് നോക്കാൻ പോയിണ്ടായിരുന്നു. കൊറേ സ്ഥലത്തേക്ക് പോയി പറഞ്ഞു ചേട്ടൻ. വെട്ടുകല്ല് മടകളിലേക്കൊക്കെ പോയി, അതായത് കല്ല് വെട്ടുന്ന മടകളിലേക്കൊക്കെ പോയി. എനിക്ക് സിമെന്റ് കട്ട വലിയ ഇഷ്ടമല്ല, എനിക്ക് ഈ വെട്ടുകല്ല് കൊണ്ടുള്ള വീടാണ്. ഞാൻ പണിയും വെട്ടുകല്ല് കൊണ്ടൊക്കെ ഒരുപാട് വീട് ഞങ്ങൾ പണിതിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൂളിങ് എനിക്കറിയാം. ഫാൻ ഇല്ലെങ്കിലും നല്ല വീടായിരിക്കും എന്നുള്ളതറിയാം. പിന്നെ വാർപ്പ് വീട് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഓട് വീടാണ് ഇഷ്ടം. ഓട് പുതിയ ട്രഡീഷണൽ ഹൗസ്, കേരളത്തിലെ പഴയ ട്രഡീഷണൽ ഹൗസ് പുതിയ ടെക്നോളജിയിൽ, പുതിയ സെറ്റപ്പിൽ, പുതിയ പ്ലാനിൽ ഉണ്ടാക്കിയെടുക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അത് ഗവൺമെൻറ്റിൻ്റെ, അതായത് ഇപ്പോൾ കിട്ടുന്ന ലൈഫ് സ്കീമിലൊന്നുള്ള ബഡ്ജറ്റ് കൊണ്ടൊന്നും നടക്കില്ല. പിന്നെ വർക്ക് എനിക്ക് അറിയാമെന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഒതുങ്ങിയൊരു വീട്, ചെറുതാണെങ്കിലും കുഞ്ഞു വീടാണെങ്കിലും ഒരു റൂമാണെങ്കിലും ഒരു ഹാളാണെങ്കിലും സൗകര്യത്തിനനുസരിച്ച് ചെറിയൊരു വീട് ആ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലപ്പം ഞാൻ പണിയുള്ളൂ. പിന്നീട് അതിനെ മോഡിഫൈ ചെയ്ത് എടുക്കും എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നാലും പതുക്കെ വീടൊക്കെ പണിയുന്ന വീഡിയോകളൊക്കെ ഞാൻ കാണിച്ചു തരും, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇപ്പോൾ ഈ വീടൊക്കെ നമ്മൾ പണിതതിൻ്റെ വീഡിയോ ഒന്നും നമ്മുടെ അടുത്ത് ഇല്ലാതെയായി പോയി. അല്ലെങ്കിൽ ഞാൻ ഇത് തനിച്ച് ഇതിൻ്റെ മുകളിൽ കയറണതും ഇത് എടുക്കണതും ഓട് മേയണതും കവുങ്ങൽ അതൊക്കെ നമ്മളിപ്പോൾ വെറും വാക്ക് പറയണ പോലെ ശരിക്കും ആ വീഡിയോ ഒക്കെ മിസ്സായി. നമുക്കതൊന്നും അന്ന് എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അങ്ങനെ അത് സാറില്ല, അത് എൻ്റെ മനസ്സിലുണ്ടല്ലോ. നമുക്കിപ്പോൾ ഇതൊക്കെ ഇനി നമ്മുടെ അടുത്ത വീട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോ എടുക്കാമല്ലോ അല്ലേ ഇതേ കുട്ടിയെ. എൻ്റെ കുട്ടിക്കും ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിനോട് യോജിച്ച് വരണം കേട്ടോ. അങ്ങനെയാണ് മക്കൾ വളരേണ്ടതും. അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടങ്ങളോട് യോജിച്ച്, ഇല്ലായ്മകൾ അറിഞ്ഞ് യോജിച്ച് വരട്ടെ. എന്നിട്ട് അവർക്ക് അവരുടേതായ ഒരു നല്ലൊരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം. നല്ലൊരു വിദ്യാഭ്യാസമൊക്കെ നമുക്ക് കൊടുത്തിട്ട് അങ്ങനെ ഓക്കെ. ഇന്നിപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്ക് കുറേ സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. സ്റ്റാറൊക്കെ കിട്ടി, അടിപൊളിയായിട്ടാണ് എല്ലാം നന്നായി കാണാതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എഴുതിയിട്ടൊക്കെ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോളും സൂപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും 2 ദിവസത്തേക്ക് മുടക്ക് കിട്ടി. അപ്പൊ ഞാൻ ഫോൺ കളിക്കാണ്ട് രാത്രി രാവിലെ ഒന്നും ഞാൻ ഫോൺ കളിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് പഠിക്കാനൊക്കെ പറ്റി. അപ്പൊ ഞാൻ സ്കൂളിൽ പോയപ്പോ ടീച്ചർ പറയും ബസ് എന്താ വീൽസ് അങ്ങനെ ഒക്കെ പറഞ്ഞപ്പോ ഞാൻ കാണാതെ എഴുതിയില്ലേ, അത് ഇംഗ്ലീഷിൽ എഴുതിയില്ലേ. സൂപ്പർ, വെരി ഗുഡ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. താങ്ക് യു കേട്ടോ. ഇത് കട്ടില്ലാത്ത വീഡിയോ ആണ് കേട്ടോ, അതും കൂടിയും പറയാം. എഡിറ്റിംഗ് ഇല്ല, നേരെ അപ്ലോഡ് ചെയ്യണം കേട്ടോ.